നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. PV സദാനന്ദൻ ജനസേവന സമിതിയുടെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് രോഗികൾക്ക് ആവശ്യമായ ഉപകരണങ്ങളുടെ ധനശേഖരണാർത്ഥം ചേർപ്പിൽ അഖില കേരള വടംവലി മത്സരം സംഘടിപ്പിച്ചു. റവന്യൂ മിനിസ്റ്റർ കെ രാജൻ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി സ്വർണ്ണവില പവന് 56,000 രൂപയും ഗ്രാമിന് 7,000 രൂപയിലും എത്തി. ഗ്രാമിന് 20 രൂപ ഉയർന്നാണ് ചൊവ്വാഴ്ച വില 7,000 രൂപയിലെത്തിയത്. കയ്പമംഗലത്ത് കോയമ്പത്തൂർ സ്വദേശിയെ ദുരൂഹ സാഹചര്യത്തിൽ ആംബുലൻസിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് സ്ഥിരീകരണം. കോയമ്പത്തൂർ മേട്ടുപാളയം സ്വദേശി 40 വയസ്സുള്ള അരുണാണ് കൊല്ലപ്പെട്ടത്. വാർത്തകൾ വിശദമായി. PV സദാനന്ദൻ ജനസേവന സമിതിയുടെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് രോഗികൾക്ക് ആവശ്യമായ ഉപകരണങ്ങളുടെ ധനശേഖരണാർത്ഥം ചേർപ്പിൽ അഖില കേരള വടംവലി മത്സരം സംഘടിപ്പിച്ചു. റവന്യൂ മിനിസ്റ്റർ കെ രാജൻ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തു. VM വിനോദ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പാലിയേറ്റീവ് രോഗികൾക്ക് ആവശ്യമായ ഉപകരണങ്ങളുടെ വിതരണം നടന്നു. മുൻ കൃഷിമന്ത്രി VS സുനിൽകുമാർ, നാട്ടിക മുൻ MLA ഗീതാ ഗോപി, CPI മണ്ഡലം സെക്രട്ടറി PV അശോകൻ, അസിസ്റ്റന്റ് സെക്രട്ടറി KK ജോബി, സെക്രട്ടേറിയറ്റ് മെമ്പർമാരായ PT സണ്ണി, KK രാജേന്ദ്രബാബു, ഉല്ലാസ് കണ്ണോളി, ഉണ്ണികൃഷ്ണൻ വാര്യർ, വെളിച്ചം സാംസ്കാരിക വേദി പ്രസിഡന്റ് ജോൺസൺ ചെറമേൽ, ആക്സ് പ്രവർത്തകർ EP ദേവസി, സമിതി ജോയിന്റ് സെക്രട്ടറി ഷമീർ, PS ആനന്ദ്, സുനിത, ജിനു എന്നിവർ സംസാരിച്ചു. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി സ്വർണ്ണവില പവന് 56,000 രൂപയും ഗ്രാമിന് 7,000 രൂപയിലും എത്തി. ഗ്രാമിന് 20 രൂപ ഉയർന്നാണ് ചൊവ്വാഴ്ച വില 7,000 രൂപയിലെത്തിയത്. 160 രൂപ വർദ്ധിച്ച് 56,000 രൂപയിലാണ് പവൻ വ്യാപാരം. ഈ മാസം ആദ്യം പവന് 53,360 രൂപയും ഗ്രാമിന് 6,670 രൂപയുമായിരുന്നു വില. തുടർന്ന് ഇതുവരെ പവന് 2,640 രൂപയും ഗ്രാമിന് 330 രൂപയും കൂടി. ഇതിൽ പവന് 1,400 രൂപയും കൂടിയത് കഴിഞ്ഞ 5 ദിവസത്തിനിടെ ഗ്രാമിന് 5 ദിവസം കൊണ്ട് 175 രൂപയും ഉയർന്നു. രാജ്യാന്തര വിപണിയുടെ ചൂടുപിടിച്ചാണ് കേരളത്തിലെ വിലയും അനുദിനം റെക്കോർഡ് തകർക്കുന്നത്. രാജ്യാന്തര വില ഔൺസിന് $2,636.16 എന്ന സർവകലാ റെക്കോർഡിലാണ് ഇപ്പോൾ വ്യാപാരം ചെയ്യുന്നത്. ഇന്നലെ രേഖപ്പെടുത്തിയ $2,632 എന്ന റെക്കോർഡ് പഴങ്കതിയായി. അടിസ്ഥാന പലിശ നിരക്ക് കുറിച്ച US കേന്ദ്ര ബാങ്കായ US ഫെഡറൽ റിസർവിന്റെ നടപടിയാണ് സ്വർണ്ണവില വർധനയ്ക്ക് വളമിട്ടത്. റിസർവ് ബാങ്ക് അടക്കമുള്ള കേന്ദ്ര ബാങ്കുകൾ കരുതൽ ശേഖരണത്തിലേക്ക് വൻതോതിൽ സ്വർണം വാങ്ങിച്ചേർക്കുന്നതും വില വർധനവിന് ആക്കം കൂട്ടുന്നു. മറ്റൊരു സുപ്രധാന കാരണം ലോകത്തെ മുൻനിര ഉപഭോഗ രാജ്യമായ ഇന്ത്യയിൽ ആഭരണ ഡിമാൻഡ് കൂടുന്നതാണ്. നവരാത്രി, ദസറ, ദീപാവലി, വിവാഹ സീസൺ എന്നിവയാണ് അടുത്തെത്തിയിട്ടുള്ളത്. സ്വർണ്ണാഭരണങ്ങൾക്ക് വലിയ വിൽപ്പന നടക്കുന്ന സീസണാണിത്. വിവാഹം പോലെയുള്ള വിശേഷ ആവശ്യങ്ങൾക്കായി വലിയ തോതിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാൻ ശ്രമിക്കുന്നവർക്കും കനത്ത അടിയാണ് സ്വർണ്ണവിലയിലെ ഈ വർധനവ്. കയ്പമംഗലത്ത് കോയമ്പത്തൂർ സ്വദേശിയെ ദുരൂഹ സാഹചര്യത്തിൽ ആംബുലൻസിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് സ്ഥിരീകരണം. കോയമ്പത്തൂർ മേട്ടുപാളയം സ്വദേശി 40 വയസ്സുള്ള അരുണാണ് കൊല്ലപ്പെട്ടത്. റൈസ് പുള്ളർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നഷ്ടപ്പെട്ട 10 ലക്ഷം രൂപ തിരികെ പിടിക്കുന്നതിനായിരുന്നു ആക്രമണമെന്നാണ് പോലീസ് പറയുന്നത്. കയ്പമംഗലം ഫിഷറീസ് സ്കൂളിനടുത്ത് ഇന്നലെ രാത്രി 11:30യോടെയാണ് സംഭവം. വടക്കു ഭാഗത്തു നിന്ന് വന്ന കാറിൽ നിന്ന് 4 പേരടങ്ങുന്ന സംഘം അപകടത്തിൽ പരിക്കുപറ്റിയെന്ന് പറഞ്ഞ് ആംബുലൻസ് വിളിച്ചു വരുത്തി അരുണിനെ ആശുപത്രിയിലേക്ക് അയക്കുകയായിരുന്നു. ആശുപത്രിയിലേക്ക് ആംബുലൻസിന് പിന്നാലെ എത്താമെന്ന് പറഞ്ഞ സംഘം മുങ്ങി. ആശുപത്രിയിലെത്തുമ്പോൾ അരുൺ മരിച്ചിരുന്നു. സംഭവത്തെ തുടർന്ന് കയ്പമംഗലം പോലീസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിലാണ് അരുണിന്റെ മരണം കൊലപാതകമെന്ന് കണ്ടെത്തിയത്. പാലിയക്കരയിലേക്ക് വിളിച്ചു വരുത്തിയ അരുണിനെ രഹസ്യ കേന്ദ്രത്തിൽ എത്തിച്ച് മർദ്ദിച്ച ശേഷം കാറിൽ കയറ്റി വരുന്നതിനിടയിലാണ് കയ്പമംഗലത്ത് വെച്ച് ആംബുലൻസ് വിളിച്ച് ആംബുലൻസിൽ കയറ്റിവിട്ടത്. പോലീസിന്റെ അന്വേഷണത്തിൽ മർദ്ദിച്ച 4 പേരും കണ്ണൂർ സ്വദേശികളാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കണ്ണൂരിലെത്തിയ കയ്പമംഗലം പോലീസ് 4 പേർക്കുമായി അന്വേഷണം ഊർജിതമാക്കി വരികയാണ്.
ഓണം അവധിക്കാലം അഭിനയത്തിനായി മാറ്റിവെച്ചിരിക്കുകയായിരുന്നു തൃശൂർ ജില്ലാ കോടതിയിലെ വനിതകൾ അടക്കമുള്ള ഒരു കൂട്ടം അഡ്വക്കേറ്റുമാർ. 13 അഡ്വക്കേറ്റുമാരാണ് മകൾ എന്ന കൊച്ചു സിനിമയിൽ അഭിനയിച്ച് തകർത്തത്. മാധ്യമപ്രവർത്തകനായ മണികണ്ഠൻ കുറുപ്പത്ത് സംവിധാനം ചെയ്യുന്ന ഈ ചിത്രത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം മുൻ മന്ത്രി VS സുനിൽകുമാർ നിർവഹിച്ചു. ഒരൊറ്റ ദിവസത്തെ റിഹേഴ്സൽ കൊണ്ട് മാത്രമാണ് 13 അഡ്വക്കേറ്റുമാർ ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിലെത്തിയത്. അഡ്വക്കേറ്റ് അപർണയാണ് ചിത്രത്തിൽ മജിസ്ട്രേറ്റിന്റെ വേഷമണിയുന്നത്. സീനിയർ അഭിഭാഷകനായ ജോഷി, പ്രതീഷ് പൊന്നമ്പാറ തുടങ്ങിയവരാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. ഒരാൾ മജിസ്ട്രേറ്റായും ബാക്കിയുള്ളവർ അഡ്വക്കേറ്റുമാരുമായിട്ടാണ് അഭിനയിക്കുന്നത്. നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള മണികണ്ഠൻ കുറുപ്പത്ത്, വിനോദ് പാലിശ്ശേരി എന്നിവർ അവരുടെ 5ാമത്തെ ഷോർട്ട് ഫിലിമാണ്. സോഷ്യൽ റിലവൻസ് ഉള്ള എന്താ പറയുക, കോണ്ടംപറേനിയസ് ആയിട്ട് ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു ടോപ്പിക് എടുത്ത് നമ്മുടെ വാറിൽ എന്താ പറയുക, കലയായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കലാമേഖലയിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ താല്പര്യമുള്ള അഡ്വക്കേറ്റുമാരുണ്ടോ എന്ന് അന്വേഷിച്ചതിൽ ഞാനിങ്ങനെ ഇതിനെക്കുറിച്ച് അറിയുണ്ടായി. അപ്പം ഒരു മെസ്സേജ് കൊടുക്കാൻ പറ്റുന്ന ഒരു തീമാണ് എനിക്ക് മനസ്സിലായി. അപ്പം ഞങ്ങളുടെ കുറേ സുഹൃത്തുക്കളും ഇതിൽ അഭിനയിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ എന്താ പറയുക, അങ്ങനെ ഞാൻ ഈ ഷോർട്ട് ഫിലിമിലേക്ക് വരുന്നത്. അഡ്വക്കേറ്റുമാരായ സോന, അശ്വതി, ശരൺ, റിയാസ്, ഹനീഫ്, ബിബിൽ, ആനന്ദ് കെ ജോസ് തുടങ്ങിയവരും ചിത്രത്തിലുണ്ട്. ചിന്മയ കോളേജിലെ BCom 2ാം വർഷ വിദ്യാർത്ഥിനി അക്ഷയാണ് ടൈറ്റിൽ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. സജിത സതീഷ്, സത്യശങ്കർ തുടങ്ങി 25ഓളം പേർ ചിത്രത്തിൽ വേഷമിടുന്നുണ്ട്. അതായത് ഞങ്ങളൊരു 13ഓളം അഭിഭാഷകരെ ഈ ടെലിഫിലിമിൽ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ടീം എന്ന് പറഞ്ഞാൽ തന്നെ കോടതി ബന്ധപ്പെട്ടുള്ളൊരു ടീമാണ് മകൾ. അപ്പോൾ നമ്മുടെ സുഹൃത്തായ വിനോദ് പാലിശ്ശേരി നമ്മളോടൊന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി, കാരണം ഒരു 5 ഷോർട്ട് ഫിലിം ഓൾറെഡി അവർ നിർമ്മിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാക്കാൻ കഴിഞ്ഞത് വളരെയധികം സന്തോഷമുണ്ട്. എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ഒരു ഷോർട്ട് ഫിലിമാണ് എൻ്റെ. ഇതിനൊരു അവസരം കിട്ടിയത് നമ്മുടെ ഒരു സുഹൃത്തായ വിനോദ് പാലിശ്ശേരി, അതുപോലെ മണികണ്ഠൻ, ഇവരൊക്കെ കൂടിയിട്ടൊരു സംരംഭം ആയിട്ട് നമ്മുടെ അഡ്വക്കേറ്റ്സിൻ്റെ ഇടയിലേക്ക് വരികയും ഈ കലാപരമായിട്ട് ബന്ധപ്പെട്ട് താല്പര്യമുള്ളവരെ, ആഗ്രഹമുള്ളവർക്ക് അതിനൊരു അവസരം എടുക്കുന്നൊരു ഷോർട്ട് ഫിലിമിലേക്ക് വേണ്ടി വിളിക്കുകയും അങ്ങനെ നമ്മൾ താല്പര്യപ്പെട്ട് അങ്ങനെ വരിക, അങ്ങനെ അതിനൊരു ചാൻസ് കിട്ടാണ് ഉണ്ടായത്. മാധ്യമപ്രവർത്തകനായ മണികണ്ഠൻ കുറുപ്പത്ത് സംവിധാനം ചെയ്യുന്ന മകൾ എന്ന ഷോർട്ട് ഫിലിമിന്റെ കഥയും തിരക്കഥയും ഒരുക്കിയിരിക്കുന്നത് വിനോദ് പാലിശ്ശേരിയാണ്. ക്യാമറ സനേഷ്, സതീഷ് മാനവ് സംഗീതവും പോളച്ചൻ പശ്ചാത്തല സംഗീതവും ഒരുക്കിയിരിക്കുന്നു. ആലാപനം ലക്ഷ്മി കൃഷ്ണ, ശബ്ദലേഖനം ശ്രീരാജ്, ശബ്ദമിശ്രണം ആൽബിൻ. ചിത്രീകരണം പൂർത്തിയാക്കിയ മകൾ എന്ന ഷോർട്ട് ഫിലിം ഡബ്ബിംഗ് ജോലികൾ പൂർത്തിയാക്കി പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള തിരക്കിലാണ് അണിയറ പ്രവർത്തകർ. ചേറ്റുവ പാലത്തിൽ മാസങ്ങളായി കത്താതെ കിടക്കുന്ന വൈദ്യുതി വിളക്കുകൾ പ്രകാശിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ചൂട്ടുകത്തിച്ച് പിടിച്ച് പ്രതിഷേധം. സാമൂഹ്യ പ്രവർത്തകൻ ലത്തീഫ് കെട്ടുമലാണ് വേറിട്ട പ്രതിഷേധവുമായി മുന്നിട്ട് വന്നത്. ചേറ്റുവ പാലത്തിനോടുള്ള അവഗണന അവസാനിപ്പിക്കുക, പാലത്തിൽ വർഷങ്ങളായി തകർന്നു കിടക്കുന്ന നടപ്പാതയിലെ സ്ലാബ് മാറ്റി സ്ഥാപിക്കുക, പാലത്തിലൂടെ കടന്നുപോകുന്ന വാഹനയാത്രക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്തുക, ദേശീയപാത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന പ്രദേശങ്ങളിൽ വാഹനങ്ങൾക്ക് വേണ്ട സുരക്ഷാ മുൻകരുതലുകൾ, ലൈറ്റ് ബോർഡുകൾ സ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ സമരം നടത്തിയത്. ദിനം പ്രതി ദേശീയപാതയിൽ വാഹനാപകടങ്ങൾ കൂടി വരികയാണ്. രാത്രി സമയങ്ങളിലാണ് ദേശീയപാതയിൽ അപകടങ്ങൾ കൂടുതലും ഉണ്ടാവുന്നത്. അപകടങ്ങൾ തടയുന്നതിന് ദേശീയപാത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന പ്രദേശങ്ങളിൽ ദീർഘദൂര വാഹനയാത്രക്കാർക്ക് ദൂരെ നിന്ന് കാണാവുന്ന രീതിയിൽ ദേശീയപാതയോരത്ത് മുൻകരുതൽ ബോർഡുകൾ അടിയന്തരമായി സ്ഥാപിക്കണമെന്ന് ലത്തീഫ് കെട്ടുമൽ ആവശ്യപ്പെട്ടു. ഇതൊരു സൂചനാ സമരമാണെന്നും പാലത്തിനോടുള്ള അവഗണന തുടർന്നാൽ നാട്ടുകാരെയും മത്സ്യത്തൊഴിലാളികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ശക്തമായ സമര നടപടികൾ സ്വീകരിക്കുമെന്നും ലത്തീഫ് കെട്ടുമൽ മുന്നറിയിപ്പ് നൽകി. ഈ ചേറ്റുവ പാലത്തിനോടുള്ള അധികൃതരുടെ അനാസ്ഥ തുടങ്ങിയിട്ട് മാസങ്ങളായി. ചേറ്റുവ പാലത്തിലെ വൈദ്യുതി വിളക്കുകൾ കത്താതെയായിട്ട് ഏകദേശം 3 മാസത്തിന് മുകളിലായി. എത്ര അധികൃതർ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഇതുവരെ അതിനൊരു ശാശ്വതമായ പരിഹാരം കാണാനോ ഈ തെരുവിളക്കുകൾ കത്തിക്കാനോ അധികൃതർ തയ്യാറായിട്ടില്ല. അതുപോലെ തന്നെ ഈ ചേറ്റുവ പാലത്തിൻ്റെ നടപ്പാതയിലെ സ്ലാബുകൾ തകർന്നിട്ട് വർഷങ്ങളായി. ബഹുമാനപ്പെട്ട മന്ത്രി, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് അവറുകൾ മുമ്പാകെ ഈ വിഷയം നേരിട്ട് ബോധിപ്പിച്ചിട്ടുള്ളതാണ്. അദ്ദേഹം അപ്പോൾ തന്നെ NHAI അധികൃതരെ അറിയിക്കുകയും
അവരോട് വേണ്ട നടപടി സ്വീകരിക്കുവാനും അദ്ദേഹം ആവശ്യപ്പെട്ടതാണ്. നാളിതുവരെ ആയിട്ടും ഇതിന് ഒരു ശാശ്വതമായ പരിഹാരം കാണാൻ അധികൃതരുടെ അധികൃതർ തയ്യാറായിട്ടില്ല. അതുകൊണ്ടാണ് ഈ വൈകിയ വേളയിൽ ഈ ലൈറ്റ് കത്തുന്ന സമയത്ത് ഞാനിതിനു വേണ്ടി മുന്നിട്ടിറങ്ങിയതും നാട്ടുകാരും മത്സ്യത്തൊഴിലാളികളും എല്ലാം ഇതിന് തീരുമാനമാണ് അറിയിച്ചിട്ടുള്ളത്. ഇനിയും ഈ ചേറ്റുവ പാലത്തിനോടുള്ള അധികൃതരുടെ അനാസ്ഥ തുടർന്നാൽ ശക്തമായ സമരമുറകൾ നാട്ടുകാരെയും മത്സ്യത്തൊഴിലാളികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ആരുടെയും ആശ്രയമില്ലാതെ ജീവിക്കുന്ന നാട്ടിക പഞ്ചായത്തിലെ ആശ്രയ കുടുംബങ്ങളുടെ ആശ്രയ കിറ്റിൽ അഴിമതി നടത്തിയ നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് തൽസ്ഥാനത്ത് നിന്ന് ഇരിക്കാൻ അർഹനല്ലെന്നും പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് UDF നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും ഉപരോധ സമരവും സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി CM നൌഷാദ് പ്രതിഷേധ പ്രകടനവും ഉപരോധ സമരവും ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ഈ ഗ്രാമപഞ്ചായത്തിൽ ഏകദേശം 100-ൽ താഴെ ആളുകളാണ് പഞ്ചായത്തിന്റെയും പൊതുസമൂഹത്തിന്റെയും സഹായത്തോടെ ജീവിക്കുന്ന ആളുകൾക്ക് നമ്മുടെ പ്രിയങ്കരനായ ലോകം ആരാധിക്കുന്ന വ്യവസായി എല്ലാ വർഷവും പഞ്ചായത്തുകൾക്കും സ്വന്തം പഞ്ചായത്ത് ഉൾപ്പെടെ മറ്റു പ്രദേശങ്ങളിലേക്ക് വ്യത്യസ്തങ്ങളായ സഹായങ്ങൾ ചെയ്യാറുണ്ട്. അത് രാഷ്ട്രീയമില്ല, മതമില്ല, ജാതിയില്ല. പ്രയാസപ്പെടുന്നവരെ സഹായിക്കുക എന്ന നല്ല മനസ്സിന്റെ ഭാഗമായി ഇത്തവണ 1 ലക്ഷം രൂപയാണ് നാട്ടിക ഗ്രാമപഞ്ചായത്തിന് അതിലൊതുങ്ങുന്ന ആളുകൾ, കാരണം 100-ൽ താഴെയുള്ള ആളുകൾ എന്ന നിലയിൽ നല്ല ഒരു കിറ്റ്, ഓണക്കിറ്റായി ഓണപ്പുടവയായി നമുക്ക് കൊടുക്കാൻ കഴിയും. അതിന് മനസ്സ് കാണിച്ച അദ്ദേഹത്തോടൊന്ന് നന്ദി അവസരം രേഖപ്പെടുത്തുന്നത്. ആ സംഖ്യ ലഭിച്ചെങ്കിലും ആ സംഖ്യ കൊണ്ട് ആവശ്യമായ സഹായം നൽകാതെ അതിൽ പിശുക്കം പിടിച്ചുകൊണ്ട് ഏകദേശം നേരത്തെ അധ്യക്ഷ പ്രസംഗം ചോദിച്ചത് 500 രൂപ താഴെയുള്ള ഒരു സാധാരണ കിറ്റാണ് പാവപ്പെട്ട ആശ്രയമായി ജീവിക്കുന്നവർക്ക് നൽകിയത്. അതില് വലിയ തോതിലുള്ള അഴിമതി, പകുതി കാശിലധികം അതിൽ നിന്ന് അഴിമതി നടത്തിയിരിക്കുന്നു. അല്ലെങ്കിൽ പഞ്ചായത്ത് ഭരണസമിതി അത് സംബന്ധിച്ച കണക്ക് അവതരിക്കണം. കിട്ടിയ സംഖ്യയിൽ ഇത്ര ചെലവഴിച്ചു, ബാക്കി സംഖ്യ ഇത്രയുണ്ടെന്ന് അവർ പറയാം. UDF നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ PM സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. ഞങ്ങൾ അറിഞ്ഞത് 500 രൂപയിൽ താഴെയുള്ള കിറ്റ് മാത്രമാണ് ആശ്രയ കുടുംബത്തിന് നൽകിയിട്ടുള്ളത്. എല്ലാ വർഷവും കൊടുത്തു വരുന്ന ഓണക്കോടി ഇപ്രാവശ്യം കൊടുത്തിട്ടില്ല. 1 ലക്ഷം രൂപ കിട്ടിയിട്ട് ആ ഓണക്കിറ്റിൽ ശരിയായ ഓണ വിഭവങ്ങളോ ആവശ്യമായ വസ്തുക്കളോ ഒന്നുമില്ലാതെയാണ് ഓണക്കിറ്റ് നൽകിയിട്ടുള്ളത്. ഓണക്കോടിയും നൽകിയിട്ടില്ല. ഇതിൽ തന്നെ വലിയൊരു അഴിമതിയാണ് നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വത്തിൽ ഇവിടെ നടത്തിയിരിക്കുന്നത്. DCC ജനറൽ സെക്രട്ടറിമാരായ VR വിജയൻ, നൌഷാദ് ആറ്റുപറമ്പത്ത് എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. എല്ലാ വർഷവും ഓണത്തിന് ആശ്രയ ഗുണഭോക്താക്കൾക്ക് ആശ്രയ കിറ്റും ഓണക്കൂടിയും നൽകി വരാറുണ്ട്. ഈ വർഷം ഓണക്കിറ്റ് മാത്രം നൽകിയും നൽകിയ ഓണക്കിറ്റിൽ മതിയായ സാധനങ്ങൾ ഇല്ലാതെയും നൽകി വരുന്ന ഓണക്കോടിയും നൽകിയില്ല. വർഷങ്ങളായി കിട്ടിയിരുന്ന തുകയിൽ നിന്നും ഇപ്രാവശ്യം ഇരട്ടി പണമാണ് സ്പോൺസർഷിപ്പിൽ കിട്ടിയത്. ആ പണത്തിൽ പകുതി പണം ചെലവാക്കി ബാക്കി പൈസ പഞ്ചായത്ത് പ്രസിഡന്റും CPM ഭരണസമിതിയും അഴിമതി നടത്തി. നാട്ടികയിലെ ആശ്രയ കുടുംബാംഗങ്ങളുടെ കടുത്ത വഞ്ചനയാണ് പഞ്ചായത്ത് പ്രസിഡന്റും CPM ഭരണസമിതിയും കാണിച്ചതെന്നും DCC ജനറൽ സെക്രട്ടറി CM നൌഷാദ് കൂട്ടിച്ചേർത്തു. UDF നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റി കൺവീനർ KA കബീർ, മധു അന്തിക്കാട്ട്, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് P വിനു, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ AN സിദ്ധപ്രസാദ്, PK നന്ദനൻ, TV ഷൈൻ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ബിന്ദു പ്രദീപ്, CS മണികണ്ഠൻ, ശ്രീദേവി മാധവൻ, KR ദാസൻ, റസീന ഖാലിദ് എന്നിവർ സംസാരിച്ചു. രഹന ബിനീഷ്, PC ജയബാലൻ, PH മുഹമ്മദ്, ബാബു പനക്കൽ, KV സുകുമാരൻ, റാനിഷ് കെ രാമൻ, PM സുബ്രഹ്മണ്യൻ, അബ്ദുൾ റഹ്മാൻ, PU ഇബ്രാഹിം, CA മുഹമ്മദ്, സുധി ആലക്കൽ, അബുബക്കർ KA, അബ്ദുൾ അസീസ്, ഖമറുദ്ദീൻ KP തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. തളിക്കുളം ഗ്രാമപഞ്ചായത്തിൽ തകർത്ത റോഡുകളുടെ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കുന്നില്ലെന്നും പഞ്ചായത്ത് അനുമതിയില്ലാതെ റോഡുകൾ പൊളിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തളിക്കുളം മണ്ഡലം കോൺഗ്രസ് പ്രവർത്തകർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. DCC ജനറൽ സെക്രട്ടറി CM നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. അടിയന്തര പ്രാധാന്യത്തോടെ റോഡ് പണിയുമായി ബന്ധപ്പെട്ട വിഷയത്തെ കാണണമെന്നും പൊതുജനമധ്യത്തിൽ പഞ്ചായത്ത് മെമ്പർമാർ അവഹേളിക്കപ്പെടുകയാണെന്നും പഞ്ചായത്ത് ആസ്തിയിൽ ഉൾപ്പെട്ട റോഡുകൾ ഭരണസമിതി തീരുമാനം പോലുമില്ലാതെ തോന്നിയ പോലെ പൊളിച്ചു മാറ്റിയത് 1 വർഷമായി പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും അറിഞ്ഞിട്ട് അവർക്കെതിരെ നിയമ നടപടി കൈക്കൊള്ളുവാനോ ഗുരുതരമായ വിഷയം ഭരണസമിതി അംഗങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനോ ഭരണസമിതി യോഗത്തിൽ അജണ്ട വെച്ച് ചർച്ച ചെയ്യാൻ തയ്യാറാവാത്തത് പലതരത്തിൽ ജനങ്ങൾ വ്യാഖ്യാനിക്കപ്പെടുകയാണെന്നും ഇപ്പോൾ ചർച്ച ചെയ്യാൻ കഴിയില്ലെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുകയും
തുടർന്ന് യോഗത്തിൽ ബഹളമാകുകയും ചെയ്തുവെന്ന് ഭരണസമിതി അംഗം ജീജ രാധാകൃഷ്ണൻ യോഗത്തിൽ അറിയിച്ചു. അനുമതി നിഷേധിച്ച പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നിലപാടിൽ പ്രതിഷേധിച്ച് ജീജ രാധാകൃഷ്ണൻ, ഷൈജ കിഷോർ, AM മെഹബൂബ് അടക്കമുള്ള കോൺഗ്രസ് പഞ്ചായത്ത് മെമ്പർമാർ യോഗത്തിൽ നിന്ന് ഇറങ്ങി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് പഞ്ചായത്ത് മുന്നോട്ടു പോകുന്നത് കരാറുകാരുമായി ഉണ്ടാക്കിയ രഹസ്യധാരണയുടെ ഭാഗമാണെന്നും ജനങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ ചർച്ച ചെയ്യാൻ പോലും മുന്നോട്ട് വരാത്തത് കരാറുകാരുമായി ഉണ്ടാക്കിയ രഹസ്യ കരാറിന്റെ ഭാഗമാണെന്നും സത്യസന്ധമായ അന്വേഷണം ഉണ്ടായാൽ പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും കുടുങ്ങുമെന്നും CM നൌഷാദ് കൂട്ടിച്ചേർത്തു. ഈ നിരന്തരമായ സമരങ്ങൾ നടന്നിട്ടും ഒരു ഉളുപ്പുമില്ലാത്ത ഒരു പഞ്ചായത്ത് പ്രസിഡന്റും ഭരണസമിതിയും കേരളത്തിൽ എവിടെയാണുള്ളത്? നിരന്തരമായ സമരം, അത് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സമരം നടത്തി. ഈ പഞ്ചായത്തിലെ ഭരണസമിതി അംഗങ്ങളല്ലെങ്കിൽ പോലും ഈ പഞ്ചായത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രീയ കക്ഷികൾ ഒന്നടങ്കം സമരം ചെയ്തിട്ട് പോലും ഒരു ഉളുപ്പുമില്ലാതെ എളിഞ്ഞ ചെറിയുമായി നമ്മുടെ കാശിൽ വാങ്ങിയ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന പഞ്ചായത്ത് പ്രസിഡന്റും പരിവാരങ്ങളും കേരളത്തിൽ എവിടെയാണുള്ളത്? 6.25 കോടി രൂപ ഈ പഞ്ചായത്തിന് റോഡ് നന്നാക്കാൻ ലഭിച്ചെങ്കിലും സമയബന്ധിതമായി ചെലവഴിക്കേണ്ടത്, അത് സമയബന്ധിതമായി ചെലവ് ചെയ്ത് ജനങ്ങളുടെ യാത്രാക്ലേശം, മനുഷ്യന്റെ ജീവനും സ്വത്തിലും ഏറ്റവും പ്രധാനപ്പെട്ട യാത്രാക്ലേശം, കുടിവെള്ളം, വൈദ്യുതി ഉൾപ്പെടെയുള്ളത് എത്രയോ സമരങ്ങൾ ഈ പഞ്ചായത്തിൽ കോൺഗ്രസ് നടത്തി. നേരത്തെ അധ്യക്ഷൻ സൂചിപ്പിച്ചു, നിരന്തരമായ സമരം. ഈ പഞ്ചായത്ത് യോഗം വേണമെങ്കിൽ ഞങ്ങൾക്ക് ഉപരോധിക്കാം, ഒരു മടിയില്ല. അത് ഉപരോധിക്കാൻ കഴിവുള്ള പ്രാപ്തരുള്ള പാർട്ടി പ്രവർത്തകരുള്ള സ്ഥലമാണ് തളിക്കുളം എന്ന് എൻ്റെ ശബ്ദം എവിടെ നിന്നേലും കേൾക്കുന്ന CPM അനുഭാവികളായ ജീവനക്കാരുണ്ടെങ്കിൽ, CPM-നെ പിന്തുണയ്ക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഈ പഞ്ചായത്ത് പ്രസിഡന്റിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ അഭ്യർത്ഥിക്കണം. കോൺഗ്രസ് നേതാക്കളായ PS സുൽഫിക്കാർ, CV ഗിരി, ഗഫൂർ തളിക്കുളം, MK ബഷീർ, KS രാജൻ, KA ഫൈസൽ, PD ജയപ്രകാശ്, AM മുഹമ്മദ് ഷഹബു, വാസൻ കോഴിപ്പറമ്പിൽ, ഷീബ അജയ് കൃഷ്ണൻ, സബിത രഞ്ജിത്ത്, ഷൺമുഖൻ തുടങ്ങിയവർ സംസാരിച്ചു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പെരിഞ്ഞനം ഗവൺമെന്റ് UP സ്കൂളിലെ കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണം നൽകുന്ന പദ്ധതിക്ക് തുടക്കമായി. പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹേമലത രാജകുട്ടൻ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ER ഷീന, സായിദ മുത്തുക്കോയ തങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KA കരീം, മദ്രകം BPC APC ജിമോൾ, പ്രധാനാധ്യാപിക EK ഖദീജ B, PTA പ്രസിഡന്റ് ER ജോഷി, SMC ചെയർമാൻ VN നസീർ, MPTA പ്രസിഡന്റ് നികിത, പഞ്ചായത്ത് സെക്രട്ടറി ശ്രീകുമാർ, പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു. എടത്തുരുത്തി പഞ്ചായത്തിലെ കുട്ടമംഗലം പല്ല റോഡിലെ കൽവർട്ട് തകർന്നു. രാവിലെ ഇതുവഴി ടിപ്പർ ലോറി കടന്നുപോയതോടെയാണ് കൽവർട്ടിന്റെ ഒരു ഭാഗത്തെ സ്ലാബ് തകർന്ന് ഗർത്തം രൂപപ്പെട്ടത്. ഇതോടെ ഇതുവഴിയുള്ള ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. കാലപ്പഴക്കം ചെന്ന കൽവർട്ടാണിത്. തോടിനോട് ചേർന്നുള്ള കൽവർട്ടാണ് തകർന്നത്. വലിയ ആഴത്തിലുള്ള കുഴിയാണ് രൂപപ്പെട്ടിരിക്കുന്നത്. വലിയ വാഹനങ്ങൾ കടന്നുപോകാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത്. കുട്ടമംഗലം പല്ല റോഡിൽ കാലപ്പഴക്കം ചെന്ന 10ഓളം കൽവർട്ടുകളാണ് ഉള്ളതെന്നും എത്രയും വേഗം കൽവർട്ടുകൾ പുതുക്കി പണിയണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. സംഭവം അറിഞ്ഞ പഞ്ചായത്ത് അധികൃതർ സ്ഥലം സന്ദർശിച്ചു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 7000 രൂപ, പവന് 56,000 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. PV സദാനന്ദൻ ജനസേവന സമിതിയുടെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് രോഗികൾക്ക് ആവശ്യമായ ഉപകരണങ്ങളുടെ ധനശേഖരണാർത്ഥം ചേർപ്പിൽ അഖില കേരള വടംവലി മത്സരം സംഘടിപ്പിച്ചു. റവന്യൂ മിനിസ്റ്റർ K രാജൻ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി സ്വർണ്ണവില പവന് 56,000 രൂപയും ഗ്രാമിന് 7,000 രൂപയിലും എത്തി. ഗ്രാമിന് 20 രൂപ ഉയർന്നാണ് ചൊവ്വാഴ്ച വില 7,000 രൂപയിലെത്തിയത്.
കോയമ്പത്തൂർ സ്വദേശിയെ ദുരൂഹ സാഹചര്യത്തിൽ ആംബുലൻസിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് സ്ഥിരീകരണം. കോയമ്പത്തൂർ മേട്ടുപ്പാളയം സ്വദേശി 40 വയസ്സുള്ള അരുണാണ് കൊല്ലപ്പെട്ടത്. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.